നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ കോവിഡ്-19 പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടി താൽക്കാലികം മാത്രമാണെന്ന് അധികൃതർ. പ്രതിസന്ധികൾ മറികടക്കാൻ 3 കാര്യങ്ങൾ സൗകര്യപൂർവ്വം തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്ന പുതിയ ഏകീകൃത തൊഴിൽ കരാറും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. കോവിഡ് ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം പുതിയ തൊഴിൽ പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. തൊഴിലാളികൾക്ക് വേതനത്തോടുകൂടി അവധി, വേതനമില്ലാതെ മുൻകൂട്ടി അവധി നൽകുക, താൽക്കാലികമായി വേതനം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ 3-ൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാനാണ് തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും അവസരം നൽകിയിരിക്കുന്നത്. ഏതു മാർഗം സ്വീകരിച്ചാലും അത് തൊഴിലാളികളിൽ സമ്മർദ്ദം ചെലുത്തിയാകരുതെന്നും പുതിയ തൊഴിൽ കരാറിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇരു വിഭാഗവും പരസ്പരം സമ്മതിച്ച് ഒപ്പുപതിപ്പിച്ചാണ് പുതിയ കരാർ സമർപ്പിക്കേണ്ടത്. വേതനം കുറയ്ക്കുന്ന നടപടി താൽക്കാലികവും കാലപരിധി നിശ്ചയിച്ചുമാണ് നടപ്പാക്കേണ്ടത്. വേതനം കുറച്ച ശേഷം എത്രയെന്നും ഏതുവരെയെന്നും വ്യക്തമാക്കണം. ഏത് തീയതി മുതൽ ഏതുവരെയാണ് ശമ്പളം കുറയ്ക്കുകയെന്നത് കാണിക്കാൻ പത്രികയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. താൽക്കാലിക കരാറിലെ എല്ലാ ഘടകങ്ങളും സ്പോൺസർമാർ തൊഴിലാളികൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. നിർബന്ധം ചെലുത്താതെയായിരിക്കണം തൊഴിലാളികളെ കൊണ്ട് ഒപ്പുപതിപ്പിക്കേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സൗദിയിൽ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സൗദിയിൽ സ്വകാര്യ കമ്പനികൾ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന അറിയിപ്പ് നൽകി തുടങ്ങി. കോവിഡ് പ്രശ്നങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും ദീർഘകാല അവധി നൽകാനും സർക്കാർ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. കോവിഡ് പ്രതിസന്ധി കാരണം ബിസിനസ് ഇല്ലാതായ കമ്പനികളാണ് പ്രധാനമായും അറിയിപ്പ് നൽകി തുടങ്ങിയത്. അതേസമയം എത്ര തുക കുറയ്ക്കുമെന്നും എത്ര കാലത്തേക്കെന്നതും അറിയിപ്പിൽ വ്യക്തമല്ലെന്നാണ് വിവരം. കോവിഡ് പോലെ വലിയ ദുരന്ത സാഹചര്യങ്ങളിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിന് പുറമെ തൊഴിലാളികൾക്ക് അസാധാരണ അവധിയും നൽകാൻ നിയമാനുമതി ഉള്ളതാണ്. നിയന്ത്രണങ്ങൾ ആരംഭിച്ച് 6 മാസത്തിനകം തൊഴിലാളിയുമായി ധാരണയിൽ എത്തിയായിരിക്കണം ഇത്തരം നടപടികൾ തൊഴിലുടമ സ്വീകരിക്കേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. തുടരാൻ താൽപ്പര്യമില്ലാത്ത ജീവനക്കാർക്ക് ജോലി അവസാനിപ്പിക്കാം. അതേസമയം പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് സർക്കാർ പ്രഖ്യാപിച്ച ഏതെങ്കിലും സഹായ പദ്ധതി സ്ഥാപന ഉടമ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനുമാവില്ല. ഇതേസമയം വിദേശികളെ തിരിച്ചയക്കാനുള്ള തന്ത്രമായി വ്യാഖ്യാനിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിനടിസ്ഥാനമില്ലെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു. അതിനിടെ കോവിഡ്-19 രോഗബാധിതരുടെ എണ്ണം ഗൾഫ് നാടുകളിൽ വർദ്ധിക്കുന്നത് പ്രവാസി സമൂഹത്തിലും കനത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഇതുവരെ 6 ഗൾഫ് രാജ്യങ്ങളിലുമായി രോഗം ബാധിച്ചവരുടെ എണ്ണം 11,000 കടന്നു. രോഗബാധിതരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. ഇതുവരെ രോഗബാധയെ തുടർന്ന് 70 പേർ മരിച്ചു. ഇതിൽ സൗദിയിലും UAE-യിലും ഓരോ മലയാളികളും മരിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ രോഗം സ്ഥിരീകരിച്ച 910 പേരിൽ 479 പേരും ഇന്ത്യക്കാരാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.